എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ നാടകീയ രംഗങ്ങൾ. അവിശ്വാസ പ്രമേയം പരിഗണിക്കാനിരിക്കെ CPM കൗൺസിലർ കലാരാജുവിനെ കടത്തിക്കൊണ്ടുപോയെന്ന ആരോപണവുമായി UDF രംഗത്ത് വന്നു. അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യാനാണ് കല എത്തിയതെന്ന് UDF അംഗങ്ങൾ ആരോപിക്കുന്നു. LDF ഭരണസമിതിക്കെതിരെയാണ് UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, ഈ കടത്തിക്കൊണ്ടുപോയ കലയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഇന്നിനി ഈ അവിശ്വാസ പ്രമേയത്തിന് വോട്ടിംഗ് നടക്കാനിടയുണ്ടോ? കലാരാജുവിനെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും പുതിയതായി വരുന്ന ഒരു വിവരം, കലാരാജുവിന്റെ മകൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കലാരാജുവിനെ ഉടൻ തന്നെ കണ്ടെത്തി നൽകണം, തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് എന്ന് കാണിച്ചുകൊണ്ട് DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ചെയർമാനും അതോടൊപ്പം തന്നെ വൈസ് ചെയർമാൻ രണ്ടുപേർക്കെതിരെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നത്. രാവിലെയാണ് ചെയർമാനെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയം പരിഗണനയ്ക്ക് വന്നത്. അതിന് തൊട്ടു മുമ്പായിരുന്നു ഇത്തരത്തിൽ ഒരു തട്ടിക്കൊണ്ടുപോകൽ നാടകം അരങ്ങേറുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം വൈസ് ചെയർമാനെതിരെയും അവിശ്വാസ പ്രമേയം ഉണ്ട്. അപ്പൊ സ്വാഭാവികമായും അതിനു മുമ്പ് ഈ കൗൺസിലറെ കണ്ടെത്തി കൊണ്ടുവരണം എന്ന ഒരാവശ്യമാണ് UDF അംഗങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്തരത്തിൽ ഒരു പോലീസ് സുരക്ഷയൊക്കെ ഏർപ്പെടുത്തിയിട്ടായിരുന്നു. പക്ഷേ 50-ലധികം പോലീസുകാർ നോക്കി നിൽക്കുകയാണ്. അവർക്കിടയിലൂടെ വന്ന് CPM പ്രാദേശിക നേതാക്കൾ ഈ കൗൺസിലറെ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇവരെ കണ്ടെത്തി കൗൺസിൽ എത്തിക്കുകയാണെങ്കിൽ മാത്രം ഇന്ന് ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇന്നത്തേക്ക് ഇതുണ്ടാകാൻ സാധ്യതയില്ല. എന്തായാലും വേഗത്തിൽ തന്നെ കൗൺസിലറെ കണ്ടെത്താനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി സിജോ.